ഞാൻ പറഞ്ഞു വളരെ വിഷമിച്ചാണ് വന്നത്. ഇനി 22 ദിവസമേ ഉള്ളൂ മോളെ, അമ്മയ്ക്ക് ഇനി പോകാൻ പറ്റില്ല. നമ്മുടെ കടബാധ്യതകളൊക്കെ എങ്ങനെ നമ്മൾ തീർക്കും? മകളുടെ കല്യാണം കഴിഞ്ഞ് വളരെയധികം ബാധ്യതയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കടബാധ്യത എങ്ങനെ തീർക്കുമെന്ന് ഒരു നിശ്ചയവും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് പോയത്. തിരിച്ച് വരുന്ന വഴിയിലാണെങ്കിൽ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മോള് പറയുന്നു, അമ്മ നോക്കിയമ്മ മഴവില്ല് കാണുന്നെന്ന് പറയുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കാണാം നല്ല വൃത്തിയായിട്ട് മഴവില്ല് എൻ്റെ മുൻപിൽ തെളിഞ്ഞ് കാണുക. അന്നേരം ഞാൻ പറഞ്ഞു, മോളെ അമ്മ മാതാവ് നമ്മുടെ കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി അമ്മയ്ക്ക് പേടിക്കാനില്ല. 22 ദിവസമല്ല, എന്തുമായാലും അമ്മ മാതാവ് ഒരു അത്ഭുതം കാണിച്ച് തരും. അതിനകത്ത് ഇനി ഒന്നും നമ്മൾ പേടിക്കാനില്ല, എനിക്കിത് പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ വീട്ടിൽ വന്നതിൻ്റെ അന്ന് എന്നെ കൊണ്ടുപോകുന്ന വീട്ടിലെ കുവൈറ്റ് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നീ ഒരു കാരണവശാലും നീ പേടിക്കണ്ട, 22 ദിവസം കൊണ്ട് നിനക്ക് വരാൻ പറ്റില്ല. ഞാൻ വേറെ 2 പേരെ വിളിച്ച് സംസാരിച്ചിട്ട് എനിക്ക് അവരെ 2 പേരെ ഇഷ്ടമായിട്ടില്ല. ഈ വിസ ക്യാൻസൽ ചെയ്ത് പുതിയ വിസ നിനക്ക് ഞാൻ അപ്ലൈ ചെയ്ത് തരാം, ആ വിസയിൽ മെഡിക്കൽ എടുത്തിട്ട് നീ വന്നാൽ മതിയെന്ന് അന്ന് രാത്രി പറഞ്ഞു. മഴവില്ല് കണ്ട് ആ വീട്ടിൽ വന്ന രാത്രിയാണ് എൻ്റെ കുവൈറ്റ് ഇങ്ങനെ വിളിച്ച് പറയുന്നത്. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാര്യം 22 ദിവസം കൊണ്ട് ഒരു അത്ഭുതം സംഭവിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്തായാലും അമ്മ അത് കാത്ത് എനിക്ക് പുതിയ വിസ എടുത്ത് തന്നു. ആ പുതിയ വിസയിൽ ഞാൻ പോയി മെഡിക്കൽ എടുത്ത് 1ാമത്തെ പ്രാവശ്യം തന്നെ എനിക്ക് ഫിറ്റായി കിട്ടി. എനിക്ക് 27-ാം തീയതി കുവൈറ്റിലേക്ക് ജോലിക്ക് പോകാനായിട്ടുള്ള എല്ലാ ടിക്കറ്റും വന്നു കഴിഞ്ഞു. എല്ലാം